അങ്കിളെ ഈ 3 സ്റ്റേറ്റുകളുണ്ടല്ലോ. ഈ ഈഗോ, സൂപ്പർ ഈഗോ അതെന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് പറയാം. എറിക് ബേണിന്റെ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് നിലവിൽ വരുന്നതിന് മുമ്പ്, അദ്ദേഹം അത് പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ് ഉണ്ടായിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പ്രകാരം അവിടെയും കുറെ അഹംഭാവങ്ങൾ മനുഷ്യനുള്ളതായിട്ടാണ് പറയുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് ജന്തുഭാവമാണത്രേ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ 3 സ്വഭാവങ്ങൾ മനുഷ്യനുള്ളതായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു സിദ്ധാന്തമായിട്ട് പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജന്തു സഹജമായ തോന്നലുകൾ, വിശപ്പ്, ദാഹം, കാമം, മോഹം, ദേഷ്യം, കോപം, ഇതെല്ലാം ജന്തുഭാവമാണ്. ഒരു ജന്തുവിനെ പോലെ മനുഷ്യൻ ബിഹേവ് ചെയ്യും. കാരണം മനുഷ്യനും ഒരു ജന്തുവാണ്. നമുക്ക് കുറെ വിവരം കിട്ടി, പഠിച്ച് നമ്മൾ കുറച്ച് ഇംപ്രൂവ് ചെയ്ത് സിവിലൈസ്ഡ് ആയി എന്ന് നമ്മൾ പറയുന്നതാണ്. ആ സിവിലൈസ്ഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജന്തുവായിരുന്നു. ഇപ്പോഴും നമ്മൾ ജന്തുവാണ്. നമുക്ക് ഈ ഒരു ട്രെയിനിങ് ഉള്ളത് കൊണ്ട് നമ്മൾ സിവിലൈസ്ഡ് ആയിട്ട് സാധാരണ ജന്തുക്കളെക്കാൾ മെച്ചപ്പെട്ട ജന്തുവാണെന്ന് ഭാവിച്ച് നടക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഒറിജിനൽ ജന്തുവിന്റെ സ്വഭാവം കാണിച്ചു പോകും. അപ്പൊ ആ ജന്തുഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ഈ ജന്തുഭാവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഹംഭാവം, ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി. ജന്തുഭാവം ജനിക്കുമ്പോഴേ നമുക്കുള്ളത് ജന്തുഭാവം മാത്രമാണ്. പിന്നെ പരിശീലനം കൊണ്ട്, മാതാപിതാക്കളിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ കൊണ്ട് നമ്മൾ ക്രമേണ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കും. അങ്ങനെ പഠിച്ചെടുത്തിട്ട് എനിക്കുണ്ടാകുന്ന ഒരു സാധനമാണ് എൻ്റെ ഈഗോ എന്ന് പറയുന്നത്. ഈ ഈഗോയെയാണ് എറിക് ബേൺ വേറെ പല ഭാവങ്ങളായിട്ട് പേരന്റ്, അഡൾട്ട്, ചൈൽഡ് എന്ന് പറഞ്ഞ് വീണ്ടും മാറ്റിയെടുത്തിരിക്കുന്നത്. ബേസിക്കലി ഉള്ള ഈഗോ, ഞാൻ എന്താണെന്ന് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ അഹംഭാവം. ഈ അഹംഭാവം നമുക്ക് ആവശ്യമാണ്. അഹംഭാവം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വെറും ജന്തുവായിട്ടിരിക്കും. ഇനി അഹംഭാവം കൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവർ എന്നെ എങ്ങനെയെങ്കിലും തല്ലി ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എനിക്ക് കരുത്തുണ്ട്, അതുകൊണ്ട് കരുത്തില്ലാത്തവരെയൊക്കെ ഞാൻ ആക്രമിക്കാനും അവരെ എല്ലാം കീഴ്പ്പെടുത്താനും ശ്രമിച്ചു കഴിഞ്ഞാൽ കരുത്ത് കുറഞ്ഞ ഏതാനും പേര് ചേർന്നിട്ട് എന്നെ പിടിച്ച് അവരുടെ കരുത്ത് നശിപ്പിക്കും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ആൾക്കാരെല്ലാം, ഈ മനുഷ്യൻ ജീവിച്ചു വരുന്ന പലരും തമ്മിത്തല്ലി മരിച്ച് നശിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ആരൊക്കെയോ ബോധമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മനുഷ്യന് 3ാമതൊരു ഭാവം ഉണ്ടായി. അതാണ് സൂപ്പർ ഈഗോ അഥവാ മനസ്സാക്ഷി. തെറ്റും ശരിയും ഏതെന്ന് വിവേചിച്ചറിയാനുള്ള നമ്മുടെ കഴിവ്, അതാരെങ്കിലും നമ്മളെ പഠിപ്പിച്ച് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തെറ്റും ശരിയും ഏതാണെന്ന് മനസ്സിലായിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും അവര് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുണ്ട്, നിയമസംഹിതയുണ്ട്. ഇതെല്ലാം അനുസരിച്ചിട്ട് തെറ്റേതാ ശരി ഏതാന്നെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ വെച്ചിട്ട് തെറ്റല്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോവുക. പിന്നെ കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് മനസ്സാക്ഷി എന്ന് പറയുന്ന എലിമെന്റ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അത് ട്രെയിൻഡ് ആണ്, നാച്ചുറൽ അല്ല, അത് ട്രെയിൻഡ് ആണ്. സമൂഹത്തിൽ നിന്ന് നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്. കുറേയൊക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജീൻ പ്രകാരം നമ്മൾ നന്മയിലേക്കോ അല്ലെങ്കിൽ തിന്മയിലേക്കോ തിരിയാനുള്ള ചായ്വുണ്ടായിരിക്കും. അതും നിയമത്തിന്റെ സംരക്ഷണവും കൂടി ഉള്ളത് കൊണ്ട് ഒരുമാതിരി ആൾക്കാരെല്ലാം നിയമം അനുസരിക്കുന്ന മനസാക്ഷിയുള്ള മനുഷ്യരായിട്ടാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അതാണ് സമൂഹത്തിനാകെ ഉചിതമായിരിക്കുന്ന ഒരു ഭാവം. നല്ല മനസാക്ഷിയിൽ നമ്മൾ ജീവിച്ചു പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അൾട്ടിമേറ്റ്ലി അതിന്റെ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത്. ഈ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ടേമാണ് ജോഹാരി വിൻഡോ. അത് ഈ കൗൺസിലിംഗ് തിയറിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ജോഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞാനതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ജോഹാരി വിൻഡോ എന്താണെന്നുള്ളത് ആൾക്കാരെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് പേരൊന്നും വെക്കണ്ട. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ജോഹാരി വിൻഡോ പ്രകാരം ഒരാളുടെ പേഴ്സണാലിറ്റിയെ അവർ 4 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ,
എനിക്കറിയാവുന്നതും മറ്റുള്ളവർക്കറിയാവുന്നതുമായ കാര്യങ്ങൾ, അതാണ് ഒരു കോളം. അത് അരേന എന്ന് പറയും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അരങ്ങെന്ന് പറയും. നമ്മളൊരു സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ എന്തൊക്കെയുണ്ടെന്ന് സ്റ്റേജിലുള്ളവർക്കും കാണാം, ഓഡിയൻസിനും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇൻ അവർ പേഴ്സണാലിറ്റി ബാക്കിയുള്ളവർക്ക് അറിയാവുന്നതും എനിക്കറിയാവുന്നതുമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടാകത്തില്ല. അവിടെയാണ് ഞാൻ സ്റ്റേജിലാണ് നമ്മളൊക്കെ ഷൈൻ ചെയ്യുന്നത്. സോ ദർ ഇസ് സംതിങ് കോൾഡ് അരേന. രണ്ടാമതൊരു സാധനമുണ്ട്, ബ്ലൈൻഡ് ഏരിയ എന്ന് പറയും. ബ്ലൈൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് എന്താണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ അറിയത്തില്ല. എൻ്റെ തലമുടി മോശമായിട്ടാണോ കിടക്കുന്നത്, എൻ്റെ നെറ്റിയിൽ എന്തെങ്കിലും ചെളിയുണ്ടോ, എൻ്റെ മീശ ചെത്തിപ്പോയിട്ടുണ്ടോ, ഈ പറയുന്ന സാധനം എനിക്കറിയത്തില്ല. ഇപ്പം എന്നെക്കുറിച്ച് എനിക്കറിയാത്തതും ബാക്കിയുള്ളവർക്ക് കാണാൻ കിട്ടുന്നതുമായ കാര്യങ്ങൾ. ഞങ്ങൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പയ്യനെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് പറയും, നീ വന്നിട്ട് ഒരു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതായിട്ട് ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. എന്നിട്ട് ഓഡിയൻസിനോട് പറയും, വെസ്റ്റേൺ സ്റ്റൈൽ കമ്മോഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ പയ്യൻ വന്നിട്ട് ഇപ്പോൾ കാണിക്കുമെന്ന് പറയും. അപ്പോൾ ഇനി ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു കസേരയിൽ കയറി ഇരുന്നിട്ട് പുള്ളി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ ഓഡിയൻസ് എല്ലാം ചിരിക്കും. കാരണം ഓഡിയൻസ് വിചാരിക്കുന്നത് എന്താ, ഇയാൾ വെസ്റ്റേൺ സ്റ്റൈൽ കമ്മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാ. പയ്യൻ കാണിക്കുന്നത് എന്താ, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ചിരിക്കും. ഈ പയ്യൻ ആകപ്പാടെ എന്ന് വിഷമിക്കും. പയ്യൻ വിഷമിച്ച് കഴിഞ്ഞിട്ട് പയ്യനോട് പറയും, അത് ബ്ലൈൻഡ് ഏരിയയാണ്. ആ ബ്ലൈൻഡ് ഏരിയ എന്താണെന്ന് കാണിക്കാൻ ഞാൻ ചെയ്ത ഒരു എക്സസൈസാണ്. ഞാൻ ഇവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. മിക്കവാറും സമയത്ത് ഈ പയ്യൻ ആദ്യമേ ഒരു വിഷമം ഉണ്ടാവും, ഒരു സങ്കടം ഉണ്ടാവും, അയ്യോ എന്നെ ചമ്മിച്ചല്ലോ എന്ന് എഴുതിയിട്ട്. അത് കഴിഞ്ഞ് എല്ലാവരോടും പറയും, ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചതിന് ഈ പയ്യൻ എല്ലാവരും കൂടെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാവരും വേണ്ടിയിട്ട് എന്നിട്ട് കൈയടിക്കും. കൈയടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ സങ്കടം മാറി. പിന്നെ ഒന്ന് സങ്കടം മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ്, പക്ഷേ അവൻ്റെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ ബ്ലൈൻഡ് ഏരിയ. നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് വേറൊരു കാര്യമുണ്ട്, എൻ്റെ വായിന്ന് തുപ്പൽ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ തല പുറകോട്ട് നിൽക്കും. അപ്പോൾ ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന എനിക്കെന്താ, ഇവർക്ക് എന്നെ ഇഷ്ടമില്ല, ഐ ആം കോസിങ് സം കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് ഫോർ ദം. എൻ്റെ ബ്ലൈൻഡ് ഏരിയയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അത് കേൾക്കാനുള്ള ചെവി കൊടുത്തു കഴിഞ്ഞാൽ ഞാനന്നേരം ചോദിക്കണം, അയ്യോ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ അടുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ മാറുന്നു. അപ്പോഴാരെങ്കിലും പറയുന്നു, സാറേ തുപ്പൽ തെറിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ ചോദിക്കത്തുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ തോന്നുക എന്ന് പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മൈ ബ്ലൈൻഡ് ഏരിയ ഈസ് ആൻ ഇംപെഡിമെന്റ് ഫോർ മൈ ബിഹേവിയർ. എൻ്റെ പർപ്പസ് സാധിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും ആ ബ്ലൈൻഡ് ഏരിയ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകും. മൂന്നാമത്തെ ഒരു ഏരിയ ഉണ്ട്, കർട്ടൺ ഏരിയ. കർട്ടൺ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ആരോടും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു വരുമ്പോൾ എൻ്റെ സംഭാഷണം അനുചിതമാകും. കാരണം ഈ സീക്രട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓവർ കെയർഫുൾ ആയിരിക്കും, ഞാൻ ഗാർഡഡ് ആയിരിക്കും. ഞാൻ വരുന്ന കഴിയുന്നതും ഈ സംഭാഷണം മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. അപ്പോൾ എൻ്റെ പെരുമാറ്റം കാണുന്ന ആൾക്കാർക്ക് എന്നോട് സംശയം തോന്നും, ഇയാളെന്താ ഇത് ഒളിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഇയാളെന്താ താല്പര്യം കാണിക്കാത്തത്. എൻ്റെ ഹിഡൻ ഏരിയ ആരെയും കാണിക്കാൻ എനിക്കിഷ്ടമില്ല. നാലാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാർക്ക് ഏരിയയാണ്. എൻ്റെ പെരുമാറ്റം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറി എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് നമ്മളൊക്കെ പല സമയത്തും പറയാറുണ്ട്. ഈ ഡാർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയത്തില്ല, വൈ ഐ ആം ബിഹേവിങ്. ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഡാർക്ക് ഏരിയ അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ബ്ലൈൻഡും കർട്ടണുമാണ്. അപ്പോൾ ഈ ബ്ലൈൻഡ് മാറ്റുകയും കർട്ടൺ താക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡാർക്ക് ഏരിയ കുറയും. നമ്മൾക്ക് കാരണം കണ്ടെത്താനാവാത്ത നമ്മുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ കണ്ടെത്തി അത് മോഡിഫൈ ചെയ്യാൻ നമ്മുടെ കർട്ടൺ ലോവർ ചെയ്യണം, ബ്ലൈൻഡ് നീക്കുകയും ചെയ്യണം. ബ്ലൈൻഡിനകത്തുള്ളത് നമുക്കറിയാത്തത് ബാക്കിയുള്ളവർക്ക് അറിയാവുന്ന. അപ്പം നമ്മൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. നമ്മളോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുന്ന നല്ല ചങ്ങാതിമാർ വേണം, നല്ല സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധിക്കും. പക്ഷേ കൗൺസിലറെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് സമയം ഫിക്സ് ചെയ്ത് പോകണം. നമ്മുടെ വീട്ടിൽ തന്നെ ജീവിത പങ്കാളിയാണ് നമ്മുടെ ബ്ലൈൻഡ് ഏരിയ മാറ്റിത്തരാൻ ഏറ്റവും പറ്റിയ കൗൺസിലർ. അല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ള ആളാണ് നമ്മുടെ ബ്ലൈൻഡ് മാറ്റിത്തരാൻ ഏറ്റവും നല്ല ആള്. അപ്പം ആ ആള് പറയുന്നത് കേൾക്കാൻ ചെവി കൊടുത്തെങ്കിലേ നമുക്കിത് ബ്ലൈൻഡ് മാറ്റാൻ സാധിക്കത്തുള്ളൂ.
കർട്ടൻ ലോവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആരോടെങ്കിലും പറയണം. പലപ്പോഴും നമുക്കിത് പറയാൻ പേടിയാണ്. കാരണം അതിൻ്റെ പുറകെ വരുന്ന അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ തലയിലാകും. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാണക്കേടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ധനനഷ്ടം ഉണ്ടാകും. ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം എപ്പോഴും മോശമായിട്ട് തന്നെ. കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട്, ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ അവിടെ പറയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. അത് റിലീഫ് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ വരുംവരാഴിക ഭവിഷ്യത്ത് എന്താണെങ്കിലും അത് നേരിടാൻ മനസ്സുണ്ടെങ്കിലേ എൻ്റെ കർട്ടൻ എനിക്ക് ലോവർ ചെയ്യാൻ സാധിക്കും. അത് ജീവിത പങ്കാളിയുടെ അടുത്താണെങ്കിലും എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്നൊരു നിലപാടെടുത്ത്, ഞാൻ സത്യം പറയുമെന്ന നിലപാടെടുത്ത് കർട്ടൻ ലോവർ ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ആ പേഴ്സണാലിറ്റി, നമ്മുടെ അരേന എന്ന് പറയുന്നത് വലുതാകും, ഡാർക്ക് ഏരിയ ചെറുതാകും, നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കുറയും, നമ്മൾ ഷൈൻ ചെയ്യും, നമ്മൾ ഹാപ്പി ആയിരിക്കും. എനിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്ന, എനിക്കിങ്ങനെ ഈ കർട്ടനും ബ്ലൈൻഡും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറയുന്നതെല്ലാം കേൾക്കാൻ ചെവി കൊടുക്കുന്നത് കൊണ്ടും, ഈവൻ നാണക്കേട് വരുന്ന കാര്യമാണെങ്കിലും വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്, വിഡിത്തരാണെന്നുണ്ടെങ്കിലും വിളിച്ച് പറയാൻ മനസ്സാകുകയും ചെയ്തത് കൊണ്ട് എനിക്ക് അരേന കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഐ ആം ഫീലിംഗ് happy at most of the time.